നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസറിലെ കാര്യങ്ങൾ അവതാളത്തിലായിരിക്കാം, പക്ഷെ അൽ ഹിലാലിൽ അങ്ങനെയല്ല. റിയാദിലെ അൽ ഹിലാൽ തന്നെയാണ് തല ഉയർത്തി നിൽക്കുന്നത്. അൽ നസർ നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് കൊണ്ട് വലിയ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന ക്ലബ്ബാണ്. പക്ഷെ കാര്യങ്ങൾ അവിടെ നല്ല രൂപത്തിലല്ല എന്നുള്ള തോന്നലാണ് ഇപ്പോഴുള്ളത്. സീസൺ തുടങ്ങി കുറച്ച് മത്സരങ്ങളായപ്പോൾ അവരിതാ കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നു. ഇനി പുതിയ കോച്ചിനെ കൊണ്ടുവരികയാണ്. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. നിങ്ങൾ കോച്ചിനെ പുറത്താക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ അവസാനത്തോടെ തന്നെ പുറത്താക്കിയായിരുന്നു ഏറ്റവും ബെറ്റർ. കാരണം ആ ഒരു പ്രീ സീസണിലൊക്കെ പുതിയ കോച്ചിനെ തന്നെ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ സീസൺ തുടങ്ങി ഇത്ര കളികളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന കോച്ചിന് തൻ്റെ സിസ്റ്റത്തോട് താരങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പരീക്ഷണങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ എന്താവും സ്ഥിതിവിശേഷം എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും AFC ചാമ്പ്യൻസ് ലീഗിലും മികച്ച തുടക്കമല്ല അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ലൂയിസ് കാസ്ട്രോയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അൽ ഷോർത്തയുമായിട്ട് ഇറാഖി പോലീസുമായിട്ടൊക്കെ സമനിലയിൽ കുരുങ്ങേണ്ട അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഏതായാലും അവിടെ ഒരു ഭാഗത്ത് അൽ നസർ അങ്ങനെ മുട്ടിടിച്ച് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അൽ ഹിലാൽ കുതിപ്പ് തുടരുന്ന കാഴ്ചയാണ്. തോട്ടതെല്ലാം പൊന്നാക്കുന്ന രൂപത്തിലാണ് ഓർഗെ ഹീസസ് തന്റെ ടീമിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഖത്തറി ക്ലബ്ബായിട്ടുള്ള അൽ റയ്യാനെ AFC ചാമ്പ്യൻസ് ലീഗ് ലൈറ്റിലെ ആദ്യ കളിയിൽ അൽ ഹിലാൽ പരാജയപ്പെടുത്തിയത് 1-3 ഗോളുകൾക്കാണ്. അൽ ഹിലാലിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് മിലങ്കോവിച്ച് സേവിച്ചും കാൻസെലോയും ലിയനാർഡോയുമാണ്. മാർക്കസ് ലിയനാർഡോ അദ്ദേഹത്തിന്റെ ആദ്യ ഗോൾ എന്നുള്ളത് എന്തായാലും അൽ ഹിലാലിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടാലന്റ് വളരെയധികം മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരാളാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കളിയിൽ 15ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ അവർ സ്വന്തമാക്കുന്നത്. മാൽക്കമിന്റെ അസിസ്റ്റിൽ നിന്ന് മിലങ്കോവിച്ച് സേവിച്ചിന്റെ ഗോള്. അതിനുശേഷം 42ാമത്തെ മിനിറ്റിലാണ് അടുത്ത ഗോൾ പിറകുന്നത്. ഇത്തവണ മാൽക്കമാണ് അസിസ്റ്റ്, ജാവോ കൻസെലോയുടേതാണ് ഗോള്. തൊട്ടു പിന്നാലെ ജാവോ കൻസെലോയുടെ അസിസ്റ്റിൽ നിന്ന് മാർക്കസ് ലിയനാർഡോയുടെ ഗോൾ പിറക്കുന്നു. 3-0 അൽ ഹിലാൽ അവിടെ മുന്നിലെത്തുന്നു. രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ റോജർ ഗോയിഡസിലൂടെ ഒരു ഗോൾ മടക്കിയടിച്ചു അൽ റയ്യാൻ. പക്ഷെ പിന്നീട് അവർക്ക് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അൽ നസർ മുട്ടിടിക്കുമ്പോൾ അൽ ഹിലാൽ കുതിക്കുന്നു. AFC ചാമ്പ്യൻസ് ലീഗിൽ 1-3 അൽ റയ്യാനെ തോൽപ്പിച്ചുകൊണ്ട് അവർ ഇതാ മികച്ച തുടക്കമിട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.